കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്നും ഹൈബ്രിഡൈസേഷന്റെ ആവശ്യകത എന്തെന്നും ഹൈബ്രിഡൈസേഷന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷനിൽ sp3 ഹൈബ്രിഡൈസേഷൻ രണ്ട് എക്സാമ്പിൾ സഹിതം വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരും. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ sp2 ആൻഡ് sp ഹൈബ്രിഡൈസേഷൻ എന്നിവയെക്കുറിച്ച് രണ്ട് ഉദാഹരണങ്ങൾ സഹിതം പറയും. നമ്മുടെ ആദ്യത്തെ സെക്ഷൻ sp2 ഹൈബ്രിഡൈസേഷൻ. sp2 ഹൈബ്രിഡൈസേഷൻ വ്യക്തമായി കേൾക്കണം കേട്ടോ. ഹൈബ്രിഡൈസേഷൻ. അപ്പോൾ ഹൈബ്രിഡൈസേഷൻ എന്താണ് എന്ന് മനസ്സിലേക്ക് കൊണ്ടുപോവാ. യെസ്, എന്താണ്? ഇറ്റ് ഈസ് ദി മിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. എങ്ങനെയുള്ളത്? ഹാവിംഗ് സ്ലൈറ്റ്ലി ഡിഫറൻസ് ഇൻ എനർജി. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ടു ഫോം ന്യൂ സെറ്റ് ഓഫ് ഓർബിറ്റൽസ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഹാവിംഗ് ഇക്വിവാലന്റ് എനർജി, ഐഡന്റിക്കൽ ഷേപ്പ്, ഐഡന്റിക്കൽ സൈസ്. ഓക്കെ, അപ്പൊ അതിൽ sp3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തായിരുന്നു sp3 സംഭവിച്ചത്? ഒരു s ഓർബിറ്റലും 3 p ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ടോ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. എങ്ങനെയാ അവർ അറേഞ്ച് ചെയ്യപ്പെടുക? 4 എണ്ണം ഒരു പ്രത്യേക അറേഞ്ച്മെന്റ് ആണ് അല്ലെ. അത് ഹൈബ്രിഡൈസേഷന്റെ പ്രത്യേകതയാണ്. ഉണ്ടാകുന്ന ഓർബിറ്റൽസ് ഇറഗുലർ ആയിട്ട് ചിതറിക്കെടുക്കൂല. അവർ പ്രത്യേക ജോമെട്രിക്കൽ ഫാഷനിൽ അറേഞ്ച് ചെയ്യപ്പെടും. അപ്പൊ sp3 ഉണ്ടാകുന്ന 4 എണ്ണം ടെട്രാഹെഡ്രൽ മാനറിലാണ് അറേഞ്ച് ചെയ്യപ്പെടുക. ഓക്കെ, അവിടെ എന്താ പറയാ, ആക്സിയൽ ആംഗിൾ എത്രയായിരുന്നു? 109 ഡിഗ്രി 28 മിനിറ്റ് ആയി. ഓക്കെ, ഇതുപോലെ ഇങ്ങോട്ട് പോവാ. അതുപോലെ ഓർമ്മിച്ചിട്ട് പറഞ്ഞാൽ മതി. sp2 എന്തായിരിക്കും? യെസ്, ഇറ്റ് ഈസ് ദി മിക്സിംഗ് ഓഫ്, വളരെ സിമ്പിൾ, ആ പേര് തന്നെയുണ്ട്, മിക്സിംഗ് ഓഫ് 1 s orbital and 2 p orbitals. Okay, 1 s orbitals and 2 p orbitals. എന്നിട്ട് എന്താ ഉണ്ടാവുക? പുതിയ സെറ്റ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഓക്കെ, പുതിയ സെറ്റ് ഓർബിറ്റൽസിന്റെ പേരാണ് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. സാധാരണ രീതിയിൽ ഹൈബ്രിഡൈസേഷൻ നടന്നാലുണ്ടാകുന്ന പുതിയ ഓർബിറ്റൽസിന്റെ പേരെന്താ? ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അപ്പൊ ഒരു എസും 2 പിയും കമ്പൈൻ ചെയ്താൽ ഉണ്ടാവുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ പേരാണ് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അതിന്റെ എണ്ണം എത്രയാണ്? 3 എണ്ണം മിക്സ് ചെയ്തത് കൊണ്ട് 3 എണ്ണം. സോ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യും. ഓക്കെ, ഈക്വൽ ടു 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു എസ് 2 പി ഏതെങ്കിലും ഇതൊരു പി ഓർബിറ്റൽ, ഇത് വേറൊരു പി ഓർബിറ്റൽ. ഓക്കെ, കമ്പൈൻ ചെയ്യുന്നു. എന്നിട്ടുണ്ടാകുന്ന sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് അതെങ്ങനെയാ അറിയാവുക? ഏകദേശം sp3 പോലെ തന്നെയാണ്. പക്ഷെ ആ ലോബിന്റെ സൈസിൽ വ്യത്യാസം ഉണ്ടാവും. അത്രമാത്രം. ഓക്കെ, നേരത്തെ sp3 എടുക്കുന്ന സമയത്ത് s ക്യാരക്ടർ എത്രയായിരുന്നു? sp3 s ക്യാരക്ടർ 25% s ക്യാരക്ടർ ആയിരുന്നു അല്ലെ. 75% p ക്യാരക്ടർ ആയിരുന്നു. അതേസമയം ഇവിടെ ഉണ്ടാകുന്ന sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസിന് 1/3 s ക്യാരക്ടർ and 2/3 p ക്യാരക്ടർ. ഓക്കെ, അതായത് ഏകദേശം 33-34% s ക്യാരക്ടർ, ബാക്കി p ക്യാരക്ടർ. s ക്യാരക്ടർ കുറച്ച് കൂടി, ഇതിനേക്കാൾ s ക്യാരക്ടർ കുറച്ച് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ ഈ കാണുമ്പോൾ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. പക്ഷെ ആ ലോബിന്റെ സൈസിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മൾ വരക്കുമ്പോൾ അത് ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല, ഈ രീതിയിൽ ഒന്ന് വരച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള എത്ര എണ്ണം ഉണ്ടാവും? ഇങ്ങനെയുള്ള 3 എണ്ണം ഉണ്ടാവും. ഇങ്ങനെയുള്ള 3 ഓർബിറ്റൽസ് ഉണ്ടാവും. ആ 3 ഓർബിറ്റൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യപ്പെടുന്നതല്ല, ഇറഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് അല്ല. ആ 3 എണ്ണം 3 ഓർബിറ്റൽസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. നേരെ നോക്കിക്കോ, ഇതൊന്ന്
ഇത് രണ്ടാമത്തെ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ, ഇതാ മൂന്നാമത്തെ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ. അപ്പൊ എങ്ങനെയാണുള്ളത്? എങ്ങനെയാണ് അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്? യെസ്, it is arranged or oriented directed towards the corners of a regular triangle. ഓക്കെ, ഒരു റെഗുലർ ട്രയാങ്കിളിന്റെ 3 കോർണേഴ്സിലായിട്ടാണ് ഈ മൂന്നെണ്ണം അറേഞ്ച് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആക്സിയൽ ആംഗിൾ എത്രയായിരിക്കും കുഞ്ഞോളെ? യെസ്, എത്രയാണ്? 120 ഡിഗ്രി അല്ലേ? 120 ഡിഗ്രി. അപ്പൊ ഇത്രയാണ് sp2 ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് ചോദിച്ചാൽ പറയുന്നത്. എത്ര എണ്ണം മിക്സ് ചെയ്തു, എത്ര എണ്ണം ഉണ്ടായി, ആ മൂന്നെണ്ണം അറേഞ്ച് ചെയ്യപ്പെട്ടത് ഏത് ഷേപ്പിലാണ് എന്നാണ് ആംഗിൾ. എത്രയാണ് സ്കാറ്റർ, എത്രയാണ് പി ക്യാരക്ടർ. അപ്പൊ എന്നോട് പറയാം, എന്റെ കൂടെ തന്നെ പറ, sp2 hybridization involving the mixing of 1 s orbital and 2 p orbitals to form 3 sp2 hybrid orbitals. These sp2 hybrid orbitals are arranged towards the corners of a regular triangle with axial angle 120 degree. Okay, each sp2 hybrid orbital has 1/3 s character and 2/3 p character. Clear? ഇനി നമ്മൾ ഇതിന് 2 എക്സാമ്പിൾ പറയാൻ പോവാണ്. എല്ലാം സിമ്പിൾ ആയതാണ്. ഒന്നാമത്തത് കേൾക്കണേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹൈബ്രിഡൈസേഷൻ ഫുള്ള് കഴിഞ്ഞ ശേഷം ഒരു മോളിക്യൂളിലെ സെൻട്രൽ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സോ നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ 1, നമ്മുടെ എക്സാമ്പിൾ 1 BF3 ബോറോൺ ട്രൈഫ്ലൂറൈഡ്. ഈ ബോറോൺ ട്രൈഫ്ലൂറൈഡിലെ ബോറോൺ സെൻട്രൽ ആറ്റം ബോറോൺ sp2 ഹൈബ്രിഡ് സ്റ്റേറ്റിലാണ്. ഓക്കെ, അല്ല sp2 ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റിലാണ്. ഓക്കെ, ബോറോൺ ഏതാണ്? sp2 ഹൈബ്രിഡൈസേഷൻ സ്റ്റേറ്റിലാണ്. ഓക്കെ, അത് എങ്ങനെ കണ്ടുപിടിക്കുന്നു, സിമ്പിൾ ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാന്നല്ല പിന്നീട് പറയും. ഇനി ഇതിൽ എക്സ്പ്ലനേഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്താ ആദ്യം ചെയ്യേണ്ടത്? യെസ്, ആദ്യം അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ബോറോൺ ഈസ് എത്രയാണ്? ബോറോൺ എത്രയാണ്? 1s2 2s2 2p1 അല്ലേ? 13ാമത്തെ ഗ്രൂപ്പാണ് 1s2 2s2 2p1. 13ാമത്തെ ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ് ആണ് 1s2 2s2 2p1. അതായത് രണ്ടാമത്തെ ഷെല്ലിലെ s ഓർബിറ്റലിൽ 2 ഇലക്ട്രോണും ആ രണ്ടാമത്തെ ഷെല്ലിലെ 3 p ഓർബിറ്റലുകളിൽ 1 p ഓർബിറ്റലിൽ 1 ഇലക്ട്രോണുമാണ് ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോണിക് ഷെയറിംഗിൽ ഏർപ്പെടുന്നതിന് മുമ്പ് എന്ത് സംഭവിക്കും? എക്സൈറ്റേഷൻ സംഭവിക്കും. ഓക്കെ, then excited state electronic configuration of this boron is എന്താവും? 2s ൽ നിന്ന് 1 ഇലക്ട്രോൺ 2p ലോട്ട് ജമ്പ് ചെയ്യും. അപ്പൊ എന്താ? 1s2 2s1 2p2. ഓക്കെ, 1s2 2s1 2p2. അങ്ങനെയാണെങ്കിൽ കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണം. സിമ്പിളാണ്, എല്ലാം സിമ്പിളാണ്. ഇതാ 1 എക്സൈറ്റേഷൻ കഴിഞ്ഞു. എക്സൈറ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? എക്സൈറ്റേഷൻ കഴിഞ്ഞാൽ പിന്നെ ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ, ഒരു 2s ഓർബിറ്റലും ഈ 2 p ഓർബിറ്റൽസ് മിക്സ് ആവും. Okay, 1 2s and 2 2p orbitals undergo mixing. 1 2s orbital and 2 2p orbitals undergo mixing to form 3sp2 hybrid orbitals. ഇതാ പുതിയ 3 orbitals. ഇതാ ഈ 3 എണ്ണം, ഈ പുതിയ 3 എണ്ണം. ഇതാ ആ 3 എണ്ണം. 1 2 3. ഇതെന്താണ്? ഇത് s ആണോ p ആണോ? അല്ല, ഇത് sp2. 3 sp2 hybrid orbitals ഉണ്ടായി. ഓക്കെ, ഓരോന്നിനും ഓരോ ഇലക്ട്രോൺ, 3 എണ്ണത്തിന് ഓരോന്നിനും ഓരോ ഇലക്ട്രോൺസ്.
ആ മൂന്നെണ്ണം എങ്ങനെ അറേഞ്ച് ചെയ്യപ്പെടുന്നത്? ഈ രീതിയിൽ അറേഞ്ച് ചെയ്യും. ഓക്കെ, ഞാൻ ആ ചിത്രം വരക്കുന്നു. അത് വരക്കുന്നു. ഇതാ ബോറോണിന്റെ ഒരു sp2, അതേ ബോറോണിന്റെ രണ്ടാമത്തെ sp2, അതേ ബോറോണിന്റെ മൂന്നാമത്തെ sp2. ഓക്കെ, അപ്പൊ ബോറോണിന്റെ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്താണ് ഒരു ട്രയാങ്കിളിന്റെ 3 കോർണേഴ്സിലോട്ടായിട്ട് അറേഞ്ച് ചെയ്തു. ഓരോന്നിലും ഓരോ ഇലക്ട്രോൺ ഉണ്ട്. 1 1 1 1 1. ഇനി എന്താ സംഭവിക്കുക? ബോറോൺ റെഡി ആയിട്ടിരുന്നു. ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോറോൺ റെഡിയായി. ഓക്കെ, ഇനിയാണ് ഫ്ലൂറിൻ വരുന്നത്. ഫ്ലൂറിൻ എങ്ങനെയാ വരുന്നത്? ഫ്ലൂറിൻ നിങ്ങൾ നോക്കേ, എന്താണ് ഫ്ലൂറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 1s2 2s2 2p5. അതായത് 2p യിലുള്ള മൂന്നെണ്ണത്തില് 1 2 3 4 5. ഇതാ ഈ 2px ഫീൽഡ് ആണ്, 2py ഫീൽഡ് ആണ്, 2pz ഹാഫ് ഫീൽഡ് ആണ്. ഓക്കെ, അപ്പൊ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പറയുന്നത് ഹാഫ് ഫീൽഡ് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗ് വഴിയാണ്. അപ്പൊ മിസ്റ്റർ ബോറിന്റെ കയ്യിൽ 3 ഹാഫ് ഫീൽഡ് ഓർബിറ്റൽസ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തിട്ട് റെഡി ആയിട്ടുണ്ട്. അതിന്റെ അടുത്തിട്ട് ഓരോ ഫ്ലൂറിന്റെ കയ്യിലും 2pz ഓർബിറ്റൽസ് ഹാഫ് ഫീൽഡ് ആണ്. അങ്ങനെ ഓരോ ഫ്ലൂറിനും ഹാഫ് ഫീൽഡ് ആയിട്ടുള്ള 2pz ഓർബിറ്റലും കൊണ്ട് പോവാണ്. ഇതാ ഒരു ഫ്ലൂറിന്റെ 2pz ഓർബിറ്റൽ ഹാഫ് ഫീൽഡ് ആയ 2pz ഓർബിറ്റൽ ബോറിന്റെ sp2 ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തു. എങ്ങനെ? എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ്. ആക്സിയൽ ആണ് അല്ലെ, എങ്ങനെയല്ല, ലാറ്ററൽ അല്ല. ഓക്കെ, ഇതാ ഇവിടെയാണ് ഇത് ഫ്ലൂറിൻ. ആ ബ്ലാക്കിൽ കാണിച്ചിട്ടുള്ളത് ഫ്ലൂറിന്റെ ഇലക്ട്രോൺ. ഓക്കെ, ഇതാ രണ്ടാമത്തെ ഫ്ലൂറിന്റെ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ, സോറി രണ്ടാമത്തെ ഫ്ലൂറിന്റെ 2pz ഓർബിറ്റൽ ബോറോണിന്റെ 2pz sp2 ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്തു. ഇതാ ഇനി ഇതേപോലെ ഇവിടെ മൂന്നാമത്തെ ഫ്ലൂറിന്റെ 2pz ഓർബിറ്റൽ ബോറോണിന്റെ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ. അങ്ങനെ ഇതെന്താ? ഇത് ബോറോണിന്റെതാണ്. ബോറോണിന്റെ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റലുമായിട്ട് 3 ഫ്ലൂറിന്റെ 2pz ഓർബിറ്റൽ എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് നടന്നു. അങ്ങനെ ഇതാ ഒരു ബോണ്ട്, ഇതാ ഈ ബോണ്ട് ഫ്ലൂറിനുമായിട്ടുള്ള ബോണ്ട്, രണ്ടാമത്തെ ഫ്ലൂറിനുമായിട്ടുള്ള ബോണ്ട്, മൂന്നാമത്തെ ഫ്ലൂറിനുമായിട്ടുള്ള ബോണ്ട്. ഈ 3 ബോണ്ടും എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് വഴിയാണ് ഉണ്ടായത്. ഈ 3 ബോണ്ടും സിഗ്മ ബോണ്ടാണ്. ഓക്കെ, 1 2 3 ഈ 3 ബോണ്ടും സിഗ്മ ബോണ്ടാണ്. എനി ഡൗട്ട്സ്? ക്ലിയർ അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ BF3യിലെ ഹൈബ്രിഡൈസേഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കും. അപ്പൊ എങ്ങനെ പറയാം? ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം പറയുക, എക്സൈറ്റഡ് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. എന്നിട്ട് പറയുക ആഫ്റ്റർ എക്സൈറ്റേഷൻ 1 2s ഓർബിറ്റൽ ആൻഡ് 2 2p ഓർബിറ്റൽസ് undergo mixing to form 3 sp2 hybrid orbitals. Okay, these 3 hybrid orbitals are arranged in trigonal planar geometry. Then each sp2 hybrid orbital of boron ഓരോ sp2 hybrid orbitalum, each sp2 hybrid orbital of boron overlap axially with 2pz orbital of fluorine to form 3bf single sigma bond. The geometry of the molecule is trigonal planar with the bond angle 120 degree. Okay, ഇതാണ് ആക്സിസ്. ഈ ആക്സിസിന്റെ അടുത്തുള്ള ആംഗിൾ ആണ് ആക്ച്വലി ബോണ്ട് ആംഗിൾ. ഓക്കെ, 120 ഡിഗ്രി. അപ്പൊ നമ്മള് BF3 കംപ്ലീറ്റ് ആയി. ഒരു ഡൗട്ടും ഇല്ല, ഒരു സംശയമില്ല. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ എക്സാമ്പിൾ 2. Example 2. C2H4.
is called ethene. CH4 is ethene. Okay, ethene. Ethene or ethylene. പേര് പഠിക്കണം കേട്ടോ. Ethene or ethylene. Ethylene. Ethene or ethylene. അപ്പൊ ഈഥീനിൽ നേരെ ഇത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് C2H6 ഈഥൈൻ. ഈഥൈൻ അവിടെ രണ്ട് കാർബൺ ആറ്റത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവിടുത്തെ രണ്ട് കാർബൺ ആറ്റം sp3ലാണ്. sp3ലാണ്. അതേസമയം ഈഥീനില് രണ്ട് കാർബൺ ആറ്റം sp2ലാണ്. രണ്ട് കാർബൺ ആറ്റം sp2ലാണ്. sp3ലല്ല, sp2ലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഒരു കാർബണിന്റെ പറഞ്ഞാൽ മതി. ഒരു കാർബണിനെ കുറിച്ച് പറഞ്ഞാൽ മതി. അതേപോലെ ആയിരിക്കും മറ്റേ കാർബൺ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാർബൺ എഴുതുന്നു. ഓക്കെ, എന്താണ് 1s ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് കാർബൺ? 1s2 2s2 2p2. 2s ല് 2 ഇലക്ട്രോൺ, 2p ല് 1 2. ഓക്കെ, ഇതെന്താ സംഭവിക്കാന്ന് അറിയാവോ? ഇത് സംഭവിക്കുന്നത് 2s ലെ ഒരു ഇലക്ട്രോൺ 2p ലോട്ട് ജമ്പ് ചെയ്യുന്നു. It is called excitation, and the configuration is called excited state electronic configuration of carbon is given by 1s2 2s1 2p3. okay, 2s ല് ഒരു ഇലക്ട്രോൺ 1 1 1. കണ്ട എന്താണ് 4 ഹാഫ് ഓർബിറ്റൽസ്. പക്ഷേ C2H4 ല് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, C2H6 ല് ഈ 3 മിക്സ് ആയിരുന്നു. അങ്ങനെ 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ കിട്ടിയിരുന്നു ഇവിടെ. പക്ഷേ sp2ലാണെങ്കിൽ C2H4 ല് ഒരു 2sഉം, അതായത് ഈ ഒരു ഓർബിറ്റലും ഇവിടുത്തെ 2 ഓർബിറ്റൽ മാത്രമേ മിക്സിംഗിൽ പങ്കെടുക്കുന്നുള്ളൂ. മൂന്നാമത്തെ 2pz ഓർബിറ്റൽ, ഇതാണ് 2pz ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നില്ല. ഈ 3 മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ. അങ്ങനെ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. ഓക്കെ, 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു. അതിൽ 1 എസും 2 പിയും ആയതുകൊണ്ട് അതിൽ ഓരോന്നിനെയും sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന് വിളിക്കാം. അതിൽ ഓരോന്നിനും ഓരോ ഇലക്ട്രോൺ ഉണ്ടാകും. 2pz orbitals remain unhybridized. ഇത് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നില്ല. ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്തത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വരും, C2H6നും C2H4നും കാർബൺ ഉണ്ട്. ഇതില് ഏതാണ് sp3 ഏതാണ് sp2 എന്ന് എങ്ങനെ മനസ്സിലാക്കാം? വഴിയുണ്ട്, ട്രിക്കുണ്ട്. വെയിറ്റ് ആൻഡ് സീ. അടുത്ത വീഡിയോകളിൽ നമ്മളത് കാണാം. ഹൈബ്രിഡൈസേഷന്റെ അവസാനം ഞാനത് പറയും കേട്ടല്ലോ. ഇലക്ട്രോണിക് എക്സൈറ്റഡ് സ്റ്റേറ്റ് നമ്മൾ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു കാർബണിൻ്റെതാണ്. അപ്പൊ ഈ ഒരു കാർബണിന്റെ കയ്യിൽ 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ടാവും. ഓക്കെ, ഞാനതിങ്ങനെ വരയ്ക്കുന്നത് ശ്രദ്ധിക്കുക. ഇതാ, ഇത് ഒരു കാർബണിന്റെ നമ്മുടെ ഈ ഒരു കാർബണിന്റെ ഈ 2 കാർബണിലും ഒരു കാർബണിന്റെ sp2 ഹൈബ്രിഡ് ഓർബിറ്റലാണ് മാഷ വരക്കുന്നത്. വരക്കുന്നോ? ഇതാ, sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അതിങ്ങനെ ഉണ്ടാവും കേട്ടല്ലോ. ഇതാ 3 ട്രൈഗണൽ പ്ലാനാർ ജിയോമെട്രിയിൽ അറേഞ്ച് ചെയ്യും. 3 ട്രൈഗണൽ പ്ലാനാർ ജിയോമെട്രിയിൽ അറേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനൊരു പ്ലെയിനിൽ ഇത് വെച്ചു. ഇതാ 3 ട്രൈഗണൽ പ്ലാനാർ ജിയോമെട്രിയിൽ അറേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി എന്തെന്ന് അറിയാവുക? 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാർബണിന്റെ കയ്യിൽ ഒരു 2pz ഓർബിറ്റൽ ഇല്ലേ? ഇതാ ഇങ്ങനെയുള്ള ഈ ഒരു ഓർബിറ്റൽ, ഇതൊരു ഓർബിറ്റൽ ബാക്കിയില്ലേ? ഒരു 2pz ഓർബിറ്റൽ ബാക്കിയില്ലേ? ആ ഓർബിറ്റല്
ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാകും ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്ത ഓർബിറ്റല് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിങ്ങനെ ഉണ്ടാകും. ഇതാണ് 2pz സോറി 3 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉള്ള പ്ലെയിൻ. ഇതാണ് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിന്റെ ഒരു ലവ് ഇപ്പുറത്ത് ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവും, പെർപെൻഡിക്കുലർ ഇത് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഈ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഉണ്ടാവും. ഞാൻ അതിങ്ങനെ കാണിക്കുന്നു. ഓക്കെ, ഈ മൂന്നെണ്ണം ഉള്ളത് ഏത് പ്ലെയിനിലാണ്? ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട്. ഓക്കെ, ഞാനിത് എങ്ങനെ കാണിക്കുന്നു? ആ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള 2pz ഓർബിറ്റലിനെ മാഷ് ഇത് ഇങ്ങനെ കാണിക്കുന്നു. ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കാത്ത 2pz ഓർബിറ്റൽ. ഓക്കെ, ഇത് sp2, ഇത് sp2, ഇത് sp2, മൂന്നെണ്ണം ഉണ്ടായില്ലേ? ആ മൂന്നെണ്ണം ഇതിങ്ങനെ അറേഞ്ച് ചെയ്തു, ട്രൈഗണൽ പ്ലാൻ ആയില്ലേ? മൂന്നാമത്തെ സോറി 2pയിൽ ബാക്കി ഇത് ഒരു ഓർബിറ്റൽ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുത്തില്ലല്ലോ. അയാൾ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിങ്ങനെ നിൽക്കുക, ഇങ്ങനെ നിൽക്കും. പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇതിങ്ങനെ നിൽക്കും. ഓക്കെ, ഇതേപോലെ രണ്ടാമത്തെ കാർബൺ ഇല്ലേ, അയാളുടെ കയ്യിലും ഇതേപോലെ ഉണ്ടാകും. മൂന്നെണ്ണം ഇതേപോലെ മൂന്നെണ്ണം ഉണ്ടാകും. ഒരു 2pz ഓർബിറ്റൽ അൺഹൈബ്രിഡൈസ് ആയിട്ട് നിൽക്കും. അത് ഞാനിവിടെ കാണിക്കും. ഇത് രണ്ടാമത്തെ കാർബണിന്റെ 2pz ഓർബിറ്റൽ, സോറി രണ്ടാമത്തെ കാർബണിന്റെ sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഓക്കെ, അതിനും എന്താ പറയാ അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടൊരു ഓർബിറ്റൽ ഉണ്ടാവും. കണ്ട, ഇനി അപ്പൊ 2 കാർബൺ റെഡിയായി. ബോണ്ട് ഉണ്ടാക്കാൻ 2 കാർബൺ റെഡി ആയിട്ടാണ് നിൽക്കാം. ഇതെന്താണെന്ന് അറിയാവോ? ഇത് ഫസ്റ്റ് കാർബൺ, ഇത് രണ്ടാമത്തെ കാർബൺ. 2 കാർബൺ റെഡിയായി. ഇതാ ഇതിന് ഒരു ഇലക്ട്രോൺ ഉണ്ട്. sp2 മൂന്നെണ്ണത്തിൽ ഓരോ ഇലക്ട്രോൺ ഉണ്ട്. 1 2 3. ഓക്കെ, അൺഹൈബ്രിഡൈസ്ഡിലും ഒരു ഇലക്ട്രോൺ ഉണ്ട്. അതേപോലെ 1 1 1 ഒരു ഇലക്ട്രോൺ ഇതാണ്. ഇനി ഇവർ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, ഇനി ഇവർ അപ്രോച്ച് ചെയ്യാം. ഇത് ഒരു കാർബൺ ഉണ്ട്. ഇതേപോലെ മറ്റേ കാർബൺ ഇപ്പുറത്ത് ഉണ്ടാവുമല്ലോ, അവരിങ്ങനെ അപ്രോച്ച് ചെയ്യും. ഇപ്പുറത്ത് ബാക്കിയുണ്ട് 3 ഓർമ്മ ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് ചെയ്തിട്ട് ഒന്നിന്റെ ഈ ഒരു കാർബണിന്റെ sp2 മറ്റേ കാർബണിന്റെ sp2മായിട്ട് end-to end ഓവർലാപ്പിംഗ് നടക്കുക. ഇങ്ങനെ ഒരു കാർബണിന്റെ sp2 മറ്റേ കാർബണിന്റെ sp2മായിട്ട് end-to end ഓവർലാപ്പിംഗ് നടക്കും. അതായത് ഈ ഓർബിറ്റൽ ഈ ഒരു ഓർബിറ്റലുമായിട്ട് ഇത് അപ്രോച്ച് ചെയ്ത് വിചാരിക്കും. അടുത്തേക്ക് വന്നു, ഒന്ന് മറ്റേന്റെ അടുത്തേക്ക് വന്നു, അങ്ങനെ ഒന്ന് മറ്റൊന്നുമായിട്ട് end-to end ഓവർലാപ്പിംഗ് നടക്കുന്നു. ഓക്കെ, ഇതിന്റെ ഇലക്ട്രോൺ ഇവിടെ, ഇതിന്റെ ഇലക്ട്രോൺ ഇവിടെ. അപ്പൊ ആരുടെ ഓർബിറ്റൽ ഓവർലാപ്പ് ചെയ്തത്? കാർബണിന്റെ ഓർബിറ്റലുമായിട്ട്. എങ്ങനെ ഓവർലാപ്പ് ചെയ്തു? ആക്സിയൽ ഓവർലാപ്പിംഗ്. അതുകൊണ്ട് 2 കാർബണുകൾക്കിടയിൽ ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും, കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും. ആ കോവാലന്റ് ബോണ്ട് സിഗ്മ ബോണ്ട് ആയിരിക്കും, end-to end ഓവർലാപ്പ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി ഓരോ കാർബണിന്റെ കയ്യിലും ബാക്കി 2 sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ബാക്കിയുണ്ട്. 2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഉണ്ട്. അതിൽ ഇതിന്റെ ബാക്കിയുള്ള രണ്ടെണ്ണം ഹൈഡ്രജന്റെ 4 ഹൈഡ്രജൻ ഇല്ലേ, അതിൽ 2 ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. ഇത് ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. ഹൈഡ്രജന്റെ കയ്യിൽ 1s ഹാഫ് ഇല്ലല്ലേ, ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. അതേപോലെ ബാക്കി 2 ഹൈഡ്രജൻ ഇവിടെ ഓവർലാപ്പ് ചെയ്യും. എങ്ങനെ ഓവർലാപ്പിംഗ് നടന്നത്? end-to end ഓവർലാപ്പിംഗ്, കാർബണും ഹൈഡ്രജനും തമ്മിൽ. അതുകൊണ്ട് കാർബണും ഹൈഡ്രജന്റെ അടുത്ത് സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും. ഇവിടെ 2 സിംഗിൾ ബോണ്ട്, ഈ 2 സിംഗിൾ ബോണ്ട് ഇതാണ്, ഇവിടുത്തെ 2 സിംഗിൾ ബോണ്ട് ഇതാണ്. ഇത് രണ്ടും end-to end ഓവർലാപ്പ് ആയതുകൊണ്ട് ഈ 2 ബോണ്ടും അത് സിഗ്മ ബോണ്ട് ആയിരിക്കും. ക്ലിയർ? ഇനി
ഇവർ പരസ്പരം അപ്രോച്ച് ചെയ്ത് ഞാൻ പറയുന്നത് ഇതാ, ഇതൊരു കാർബണിന്റെ sp2, ഇത് മറ്റേ കാർബണിന്റെ sp2 ഇങ്ങനെ അപ്രോച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഇതില് ഒരു അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഇല്ലേ ഇവിടെ, അതേപോലെ ഇവിടെ ഒരു അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഇല്ലേ, ഓർമ്മയുണ്ടോ? ഇതിന്റെ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ, അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. ഇതിങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് ഇതിന്റെ ഈ ലോബ് ഉണ്ടല്ലോ, ഇവിടുത്തെ അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഇതാണിത്, ഇതിന്റെ ലോബ് ഇപ്പോഴത്തെ ഓർബിറ്റലിന്റെ ലോബുമായിട്ട് സൈഡിൽ മുട്ടും. ഇതിവിടെ ആക്സിസിലേക്ക് കൂടിയിട്ട് ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഇതിന്റെ സൈഡുമായിട്ട് മുട്ടും, ഓവർലാപ്പിംഗ് നടക്കും, സൈഡിലേക്ക് കൂടി ഓവർലാപ്പിംഗ് നടക്കും. ദാറ്റ് മീൻസ് ലാറ്ററൽ ഓവർലാപ്പിംഗ്. അതിനെ നമ്മൾ ഇങ്ങനെ കാണിക്കുക, ഇതാ സൈഡ് ടു ഓവർലാപ്പ്, സൈഡ് ഓവർലാപ്പിംഗ്. ഇതാ നമ്മൾ ഇങ്ങനെ കാണിക്കും. അത് ഇവിടെ മുട്ടുന്ന സമയത്ത് അവിടെ മുട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ഇതിങ്ങനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവർ പരസ്പരം സൈഡിലേക്ക് കൂടി മുട്ടും. സൈഡ് ടു സൈഡ് ഓവർലാപ്പിംഗ് നടന്നാൽ, എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് നടന്നാൽ, സോറി ലാറ്ററൽ ഓവർലാപ്പിംഗ് നടന്നാൽ എന്താ സംഭവിക്കുക? അവിടെ ഒരു പൈ ബോണ്ട് ഫോം ചെയ്യും അല്ലെ. ഇതൊരു കാർബണിൻ്റെതാണ്, ഇത് വേറൊരു കാർബണിൻ്റെതാണ്. അപ്പൊ കാർബൺ രണ്ട് കാർബണുകൾക്കിടയിൽ ഈ കാർബണും എടുക്ക് പുതിയൊരു ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, ഷെയറിംഗ് വഴിയായതുകൊണ്ട് അത് കോവാലന്റ് തന്നെയാണ്, പക്ഷെ സൈഡ് വൈസ് ആയതുകൊണ്ട് അത് പൈ ബോണ്ടാണ്. അതായത് C2H4 രണ്ട് കാർബണുകൾക്കിടയിൽ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ആ ഡബിൾ ബോണ്ടിൽ ഒന്ന് സിഗ്മയാണ്, മറ്റത് പൈ ആണ്. സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസിന്റെ ഓവർലാപ്പിംഗ് വഴിയാണ്. അതേസമയം പൈ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത് അൺഹൈബ്രിഡ് ആയിട്ടുള്ള 2pz ഓർബിറ്റൽസിന്റെ ലാറ്ററൽ ഓവർലാപ്പിംഗ് വഴിയാണ്. ഓക്കെ, സോ ഇതാണ് C2H4 ബോണ്ടിങ്. സോ C2H4 ടോട്ടൽ 5 ബോണ്ട് ഉണ്ട്. 5 ബോണ്ടില് ഒന്ന് CC സിഗ്മ ബോണ്ട്, രണ്ടാമത്തത് CC പൈ ബോണ്ട്, ബാക്കി 4 CH സിഗ്മ ബോണ്ട്. അപ്പൊ ടോട്ടല് 5 ബോണ്ട്, 6 ബോണ്ട് ഉണ്ട്. 6 ബോണ്ട്. 6 ബോണ്ടില് 2 2 4 1 5 സിഗ്മ ബോണ്ട്, ഒരു പൈ ബോണ്ട്. ഓക്കെ, അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും how many sigma and pi bonds are present in ethylene molecule, which is a ethylene molecule. ഓക്കെ, അപ്പൊ ഓർമ്മ വേണം, ഈഥീൻ എന്ന് പറയുമ്പോൾ തന്നെ C2H4 ഈ ബോണ്ടിങ് മനസ്സിലേക്ക് കൊണ്ടുവരിക. പൈ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിലൊന്ന് സിഗ്മയാണ്, ഒന്ന് പൈ ആണ്. ബാക്കി CH ബോണ്ടുകൾ, ബാക്കി 4 CH ബോണ്ടും സിഗ്മ ബോണ്ടുകളാണ്. ഓക്കെ, അപ്പൊ ഇനി sp2 കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി. sp2 കംപ്ലീറ്റ് ആയി. എന്താണ് sp2 എന്നും sp2 2 എക്സാമ്പിളുകളും പറഞ്ഞു. ഇനി sp നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.